പലപ്പോഴായി പലരും ചോദിക്കാറുണ്ട്, കുരുമുളകിൻ്റെ പരിചരണം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പല വീഡിയോകളിലും നമ്മളതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ ചോദിച്ചവർക്കുള്ള ശരിയായ ഉത്തരമാണ്. നമ്മൾ കുരുമുളകിനെ എങ്ങനെ പരിചരിക്കുന്നു എന്നതാണ് നമ്മളവിടെ പറയുന്നത്. പലരും പല രീതിയിലായിരിക്കും കുരുമുളകിൻ്റെ പരിചരണമൊക്കെ. എന്നാൽ നമ്മൾ ഇവിടെ കുരുമുളക് വികസിപ്പിച്ചെടുത്തതും എങ്ങനെയാണ് അതിൻ്റെ പരിചരണവും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. കുരുമുളകിൻ്റെ ഏത് വള്ളിയായാലും, ഏത് വള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്തല വെക്കാറുണ്ട്, പിന്നെ ടോപ്പ് ഷൂട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച തൈകൾ അടിയിൽ നിന്ന് തന്നെ കണ്ണി കുത്തി കായ്ക്കുന്ന അതും വെക്കാറുണ്ട്. അപ്പോൾ ഏത് വള്ളിയായാലും അത് നമ്മൾ നടേണ്ട കാലം, ഏറ്റവും നല്ല കാലം വർഷക്കാലമാണ്. വർഷക്കാലമാണ് ഏറ്റവും നല്ല കാലം. ഇതൊക്കെ നടാൻ പറ്റിയ നല്ല കാലം വർഷക്കാലമാണ്, വർഷത്തിൻ്റെ തുടക്കം. എന്നാൽ അതിനെ നമ്മൾ വെക്കുന്ന വള്ളികൾക്ക് വാട്ടമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ വള്ളികളും നമ്മൾ ഏതൊക്കെ വള്ളി വെച്ചോ അതെല്ലാം നല്ല രീതിയിൽ പിടിച്ചു വരും. നമ്മൾ കഴുങ്ങിൽ കയറി പോകുന്ന വള്ളി കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ടോപ്പ് ഷൂട്ട് വെച്ചതാണ്. അത് വേര് പിടിപ്പിക്കാതെ തന്നെ നമ്മൾ ടോപ്പ് ഷൂട്ട് എടുത്തിട്ട് വർഷക്കാലത്ത് വെച്ചുകൊണ്ട് അത് നന്നായിട്ട് പിടിച്ചു. വർഷക്കാലം ആയതുകൊണ്ടാണ് അതങ്ങനെ പിടിക്കാൻ കാരണം. ടോപ്പ് ഷൂട്ട് കട്ട് ചെയ്തിട്ട്, കണ്ണിയൊക്കെ കുത്തിയിട്ടുള്ള ടോപ്പ് ഷൂട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല തിരിമുറിയാത്ത സമയത്ത് വെച്ചതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് വളരാൻ കാരണം. നമ്മൾ ഈ കവറിൽ കാണുന്നത് നമ്മൾ ടോപ്പ് ഷൂട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച് വെച്ചതാണ്. നമ്മൾ കുരുമുളക് വള്ളി ഏതായാലും വെക്കുന്നുണ്ടെങ്കിൽ അത് വർഷക്കാലത്തേ വെക്കാറുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടത് നമ്മളെ അടുത്ത് ഇല്ലാത്തൊരു വള്ളിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പിന്നെ അതിനെ സമയം കാലമൊന്നും നോക്കില്ല, അതിൻ്റെ രീതിയിൽ അതിനെ വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കും. അത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് വെക്കുമ്പോൾ വേര് പിടിച്ചതായാലും വേര് പിടിക്കാത്തതായാലും വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട. നമ്മൾ വെച്ച താങ്ങുകാലിൽ പടർന്ന് കയറുന്നുണ്ട് എന്ന് കണ്ടാൽ പിന്നെ നമ്മളതിന് വളപ്രയോഗമൊക്കെ നടത്തിയാൽ മതി. പിന്നെ ചതുപ്പ് നിലങ്ങളിൽ, നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ സാധാ കുരുമുളക് വള്ളി വെച്ചിട്ട് കാര്യമില്ല. അത് ഇല പഴുക്കലും വേര് ചീച്ചലും ഒക്കെ ആയിട്ട് പെട്ടെന്ന് അത് നമ്മൾ ചെയ്തതിന് കാര്യമില്ലാതായി പോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബ്രസീലിയൻ പിപ്പല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയുണ്ട്. അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച കുരുമുളക് വള്ളിയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നല്ലത്. അതാകുമ്പോൾ വെള്ളത്തിനൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുരുമുളക് വള്ളി ഇതാണ് ഏറ്റവും നല്ലത്. അത് അറിയപ്പെടുന്നത് കൊളിബ്രിയനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് വള്ളി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വള്ളിയാകും നല്ലത്. പിന്നെ കുരുമുളക് വള്ളിക്കൊക്കെ നമ്മൾ ചെയ്യാറുള്ള വളം ചാണകപ്പൊടിയാണ്. പച്ച ചാണകമല്ല, ചാണകപ്പൊടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ചാരമൊന്നും നമ്മൾ ഇടാറില്ല. ചാരം നമ്മൾ കഴുങ്ങിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കഴുങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുന്ന ചാരം വലിച്ചെടുക്കുക എന്നല്ലാതെ ചാരം നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ ഏത് വള്ളി നമ്മൾ വെച്ചാലും നമ്മളത് ഒരു 2-3 വർഷം അതിന് നന്നായിട്ട് പരിചരണം ആവശ്യമാണ്. പരിചരണം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് അതിന് നന്നായിട്ട് വെള്ളം കൊടുക്കണം, എന്തെങ്കിലും ഇത് കണ്ണി കുത്തി നല്ല രീതിയിൽ വളരുള്ളൂ. അതിൻ്റെ ഒരുവിധം വളർച്ച വരുന്നവരെ, മരത്തിലോ പൈപ്പിലോ ഏതിലാണ് നമ്മൾ അത് വെക്കുന്നത്, അതിൻ്റെ വളർച്ച വരുന്നവരെ, നല്ല രീതിയിൽ വളർച്ച വരുന്നവരെ നമ്മൾ നന്നായിട്ട് അതിന് നനച്ചു കൊടുക്കണം. അത് നമ്മൾ ടോപ്പ് ഷൂട്ട് വെച്ചാലും ചെന്തല വെച്ചാലും ഏതായാലും നമ്മൾ അതിൻ്റെ രീതിയിൽ നനച്ചു കൊടുക്കണം. പിന്നെ അത് കയറി പോകുന്നതിനനുസരിച്ച് മരത്തിൽ പിടിച്ച് കെട്ടിക്കൊടുക്കണം. പിന്നെ കൂടുതലും വാട്ടരോഗങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ വെള്ളം നിന്ന് ഉറപ്പിടിച്ചത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതിവിധി നമ്മൾ തേടി കണ്ടെത്തിയിട്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ നമ്മളെ പരിചരണമാണ് നമ്മളിതോടെ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വള്ളി നടുമ്പോൾ അത് വർഷക്കാലത്തായിരിക്കുക, വർഷത്തിൻ്റെ തുടക്കത്തിലായിരിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ വളർച്ചക്കനുസരിച്ച് ചാണകപ്പൊടി ഇട്ട് നന്നായിട്ട് പരിചരിക്കുക. പിന്നെ വേനലിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക, ഒരു 3 വർഷമെങ്കിലും നന്നായിട്ട് നനച്ചു കൊടുക്കുക, കുരുമുളക് വള്ളി നന്നായിട്ട് വളരുന്നവരെ. പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കഴിയുന്നതും കുരുമുളക് വള്ളി നടാതിരിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ കുരുമുളക് വള്ളിക്കുള്ള കരുതലും വളർച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കലൊക്കെ ചെയ്യുന്നത്. നമ്മളെ രീതിയാണ് നമ്മളിവിടെ പറഞ്ഞത്. വേര് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ വർഷക്കാലത്തേക്കൊന്നും വെക്കുന്നില്ല. ഇതിനെ നമ്മളൊരു കഴുങ്ങിൽ വെച്ച് നട്ടിട്ട് നമ്മളെത്തില്ലാത്തൊരു അതിർപ്പപ്പെട്ടൊരു വള്ളിയാണ്. അപ്പോൾ അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് വളർത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ വർഷക്കാലം നോക്കുന്നില്ല, വേനൽക്കാലത്ത് തന്നെ വർഷക്കാലത്തിൻ്റെ രീതിയിൽ ഇതിനെ നനച്ചു കൊടുത്തിട്ട് വളർത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ നടാൻ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിർപ്പപ്പെട്ട ഒരു സാധനം കിട്ടിയാൽ പിന്നെ നമ്മൾ വർഷക്കാലം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ നട്ടു കൊടുത്ത് നനച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊന്ന് വീഡിയോയിൽ പറയുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.